അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം വിറപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാവുന്ന പേരുകളിലൊന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നുള്ളത്. എന്നാൽ രാജ്യം വിറപ്പിച്ച ആളൊക്കെ ആണെങ്കിലും ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ മുന്നിൽ മുട്ടുവിറക്കും ഈ ആഭ്യന്തരമന്ത്രിക്ക്. ഏജൻസികളെ വിട്ട് വിരട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും വെറുതെയല്ല മമതാ ബാനർജിയെ കാണുമ്പോൾ അമിത് ഷാ കൈകൂപ്പി നിൽക്കുന്നത്. കൽക്കരി കുംഭകോണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പങ്കിനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും മമതയുടെ കൈവശമാണ് ഉള്ളത്. ഇപ്പോൾ BJP കളിക്കുന്നത് കൈവിട്ട കളിയാണെന്നും വേണ്ടി വന്നാൽ അമിത് ഷായുടെ പങ്ക് പുറത്തുവിടുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് അമിത് ഷായുടെ മുട്ട് വിറക്കാൻ തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളെ വിട്ട് മമതയെ പൂട്ടാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് BJP. അതൊരു നൂറാംകിട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് തുടരാൻ ഭാവമെങ്കിൽ അമിത് ഷായെ പൂട്ടി അകത്തിടുമെന്ന മുന്നറിയിപ്പാണിപ്പോൾ മമതാ ബാനർജി നൽകിയിരിക്കുന്നത്. ED റെയ്ഡുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊൽക്കത്തയിൽ നടന്ന റാലിയിൽ സംസാരിക്കുമ്പോഴാണ് എൻ്റെ പക്കൽ പെൻഡ്രൈവുകളുണ്ട്, ഞാൻ വഹിക്കുന്ന കസേരയുടെ ബഹുമാനം കൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത് എന്ന താക്കീത് മമതാ ബാനർജി നൽകുന്നത്. ഒരു പരിധിവരെ മാത്രമേ ഞാൻ കാര്യങ്ങൾ സഹിക്കുകയുള്ളൂ. ഓർക്കുക, ഒരു ലക്ഷ്മണരേഖയുണ്ട്. എന്നെ അധികം സമ്മർദ്ദത്തിലാക്കരുത്, ഞാൻ എല്ലാം വെളിപ്പെടുത്തും, ഈ രാജ്യം മുഴുവൻ ഞെട്ടും എന്നാണ് മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ കൽക്കരി പണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആരാണത് ആസ്വദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമിത് ഷാ ആസ്വദിക്കുന്നു എന്നാണ് മമതാ ബാനർജി തുറന്നടിച്ചത്. പണം നൽകുന്നത് ഒരു രാജ്യദ്രോഹിയിലൂടെയാണ് അമിത് ഷാ ചെയ്തത്. ജഗന്നാഥനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മമത പറയുന്നു. പുരിയിലെ ജഗന്നാഥ ഭഗവാനല്ല, പക്ഷേ ഈ ജഗന്നാഥൻ ഒരു കൊള്ളക്കാരനാണ് എന്നാണ് BJP MP ജഗന്നാഥ് സർക്കാരിനെ കുറിച്ച് മമത പറഞ്ഞത്. ആ ജഗന്നാഥനിലൂടെ പണം സുവേന്ദു അധികാരിക്കും പിന്നീട് ആ പണം അമിത് ഷായ്ക്കും പോകുന്നുണ്ട് എന്നാണ് മമത തുറന്നടിച്ചത്. അതുപോലെ തന്നെ BSF CISF സേനകളുടെ പങ്കിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയോട് മമത ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. അനധികൃത കൽക്കരി കള്ളക്കടത്ത് തടയുന്നതിൽ ഈ സേനകളെല്ലാം പരാജയപ്പെട്ടു എന്നും മമതാ ബാനർജി തെളിവ് സഹിതം പറയുകയാണ് ചെയ്തത്. ദേശീയ താൽപ്പര്യം മുൻനിർത്തി താൻ കൂടുതൽ സംസാരിക്കുന്നില്ലെന്നും താൻ വാ തുറന്നാൽ ലോകമെമ്പാടും ഒരു കോലാഹലമുണ്ടാകുമെന്നും മമത അമിത് ഷായെ ഓർമ്മപ്പെടുത്തി, താക്കീത് നൽകി. ED CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മമത ഇന്നും ആരോപിച്ചു. എല്ലാ ഏജൻസികളും പിടിച്ചെടുത്തു കഴിഞ്ഞു BJP. നിങ്ങൾ മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും ബലമായി പിടിച്ചെടുത്തു. എന്നാൽ ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് മമത ചോദിക്കുന്നത്. ആരെങ്കിലും തന്നെ രാഷ്ട്രീയമായി അടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ രാഷ്ട്രീയമായി പുനർജീവിക്കുകയും പുനർജനിക്കുകയും ചെയ്യുമെന്ന് മമതാ ബാനർജി BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആക്രോശിക്കുന്നതാണ് കണ്ടത്. ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ച ഡെറിക് ഒബ്രിയാൻ, മഹുവ മൈത്രി എന്നിവരുൾപ്പെടെ നിരവധി തൃണമൂൽ MPമാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മമതാ ബാനർജി അമിത് ഷായെ പൂട്ടുന്ന കാര്യം കൽക്കത്തയിൽ പ്രഖ്യാപിച്ചത്. ഏതായാലും മമതയെ തൊടാനാകാതെ BJP കഷ്ടപ്പെടുമ്പോൾ അമിത് ഷായുടെ രക്ഷയാണിപ്പോൾ BJP നോക്കുന്നത്.